അത് തീരുമാനമായിട്ടില്ലാത്തതുകൊണ്ട് പറയേണ്ട ആവശ്യം. സക്കരിയാക്ക് അങ്ങനെ വാദമുണ്ട് എന്നാ വിശ്വസിക്കുന്നത്. ഞാൻ കേട്ടത് അങ്ങനെയാണ്. സക്കരിയാക്ക് വാദമുണ്ട് ഇല്ല എന്ന് തെളിയിക്കേണ്ടത്. ഞാൻ പറയട്ടെ, മനുഷ്യന്റെ ഭൗതിക കാഴ്ചപ്പാടും ഭൗതിക കഴിവ് പിന്നെ അനുസരിച്ചുള്ള ഒരാളാണെങ്കിൽ അതൊരിക്കലും ശരിക്കും പറയാൻ കഴിയില്ല. അത് എല്ലാ ഞാൻ പറയാം, ജിന്നോടുള്ള സഹായത്തോടെ എങ്ങനെ ഈ മനുഷ്യന്റെ ഭൗതിക കാഴ്ചപ്പാടാവും? ഞാൻ പറയട്ടെ, ഹാജരാണെന്ന് തെളിവെന്താ? എങ്ങനെ? ഞാൻ പറയട്ടെ, ഒരു ജിന്ന് ഒരു ഭാഗത്ത് ഹാദിറാണ്, അല്ലെങ്കിൽ ഖാദിറാണ്, അല്ലെങ്കിൽ ഹൈ ആണ്, അതല്ലെങ്കിൽ മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കാനുള്ള എന്ത് മാനദണ്ഡങ്ങൾക്കുള്ളത്? ഞാൻ ഇവിടെ അല്ല, ഇവിടെ ഞാൻ പറയട്ടെ, ഒരാൾ ചോദിച്ചു എന്ന് വെച്ചോ, അല്ലേ നിങ്ങൾ ഉണ്ടാക്കിയോണ്ട് ഇത്തരം ഒരു ഫിത്ത നിങ്ങൾ ഉണ്ടാക്കിയതുണ്ടാവുന്നത്. ഞാൻ പറയട്ടെ, ഒരു ജിന്ന് ഹാദിറാണോ ഖാദിറാണെന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്താണ്? ഒരു മാനദണ്ഡമല്ലല്ലോ. അപ്പൊ ഇല്ലാത്തൊരു മാനദണ്ഡത്തിൽ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പൊ ഇവിടെ സംഗതി വളരെ വ്യക്തമാണ് നമുക്ക്. ഞാൻ പറയട്ടെ, ജിന്ന് അതെ അവിടെ ഞാൻ പറയട്ടെ, ഒരു ജിന്ന് ഇവിടെ വരുമ്പോൾ ജിന്നായിട്ടാണോ വരുന്നത്, മനുഷ്യരായിട്ടാണ് വരുന്നത്? അല്ല. ഞാൻ പറയട്ടെ, ജിന്നായിട്ട് വന്നു വെച്ചോ, ജിന്നായിട്ട് വന്നു എന്ന് വെച്ചോ. ഇതൊക്കെ ഞാൻ പറയട്ടെ, ജിന്ന് രണ്ട് രൂപത്തിൽ വന്നു. ഒന്ന് മനുഷ്യകോലത്തിൽ വന്നു എന്ന് വെക്കാം. മനുഷ്യകോലത്തിൽ വന്നാൽ അതും അതിന്റെ നിയമം, അതും അതിന്റെ ഹുക്കുമ് മനുഷ്യരോടുള്ള ഹുക്കുമാണ്, ജിന്നോടുള്ള ഹുക്കുമല്ല. കാരണം എന്താണ്? ഇത് അതിന് ഹദീസ് കാലത്ത് വന്നല്ലോ. പിന്നെന്താ അതിലെ പഠിപ്പിച്ചത്? ഏത്? പിന്നെ അബൂ ഹുറൈറ പിന്നെ ഇബ്ലീസിനെ പിന്നെ എന്താ പ്രശ്നം? നേരെ മറിച്ച് ഇനിയിപ്പോ ഇവിടെ ഞാൻ പറയട്ടെ, ആയത്ത് മനുഷ്യൻ തന്നെ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നും. ഞാനിവിടെ വിശദീകരിക്കുന്നത് ഞാൻ മനസ്സിലാക്കാൻ, നിങ്ങൾ മനസ്സിലാക്കനുസരിച്ചല്ല. ഞാൻ പറയട്ടെ, അവിടെ മനുഷ്യന്റെ ഹുക്കും അനുസരിച്ച് പഠിപ്പിച്ചു കൊടുത്തു. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. എന്താ ഈ സഹാബി ചെയ്ത? അപ്പൊ എന്താ ഈ സഹാബി ചെയ്തത്? പിന്നെ ശിർക്കോ ഹറാമോ? അല്ല, നിങ്ങൾ പറയുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ ഹുക്കും ആയതുകൊണ്ടാണ് അങ്ങനെ അത് എതിർക്കാതിരുന്നത്. മനുഷ്യന്റെ എന്തുകൊണ്ട്? മനുഷ്യന്റെ ഹുക്കും ആയതുകൊണ്ടാണ് അത് നേരെ മറിച്ച്. അല്ലല്ല ഇല്ല, പഠിപ്പിച്ചിട്ടില്ല. അത് ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ ഏറ്റവും അവസാനമാണ് പറയുന്നത്. അവൻ നാളെയും വരുന്ന പറഞ്ഞത്. അന്ന് ജിന്നാതെ പറഞ്ഞില്ല, അവൻ നാളെയും വരുന്ന പറഞ്ഞാ പറഞ്ഞത്. രണ്ടാമത്തെ രൂപം ഇവിടെ ജിന്ന് വന്നു വെക്കുക കേട്ടോ, തിരിച്ചോ. കാരണം ഇവിടൊക്കെ വക്കലാണ് ഉണ്ടെങ്കിൽ എന്നാണ് ഇവരൊക്കെ അഭിപ്രായം. ഞാൻ പറയട്ടെ, അങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ ഭൗതികമായ സാഹചര്യങ്ങൾ കൊണ്ട്, ഭൗതികമായ കണക്കുകൂട്ടലുകൾ കൊണ്ട്, ഭൗതികമായ മാനദണ്ഡങ്ങൾ കൊണ്ട് നമുക്ക് അതിനെ അനുഭവവേദ്യമാക്കാൻ കഴിഞ്ഞെങ്കിൽ, പ്രത്യേകം മനസ്സിലായിക്കോ, അതിനെ അനുഭവവേദ്യമാക്കാൻ കഴിഞ്ഞെങ്കിൽ അതിന്റെ ഹുക്കുമ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. മനസ്സിലായിട്ടോ? കാരണം നമുക്ക് അനുഭവവേദ്യമാക്കാൻ കഴിഞ്ഞെങ്കിൽ, ഒരു മിനിറ്റ് നേരെ മറിച്ച് ഇവിടെ ഉണ്ടോ ഇല്ലേ നമുക്ക് അറിയാൻ കഴിയില്ല. അല്ല ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഇതേ ചോദ്യം അല്ലല്ല മനസ്സിലാക്കണം. ഇതേ ചോദ്യം സക്കരിയാനോട് ആദ്യം ഫോണിൽ ചോദിച്ചു, ഇതേ മറുപടി പറഞ്ഞു. പിന്നീട് കൊപ്രക്കളം പരിപാടി ആവർത്തിച്ചു. അതുപോലെ പിന്നെ ചേരു ഇതിനു മുമ്പ് ഈ പിന്നെ വിഷയം സംസാരിച്ചു. അതേപോലെ മഞ്ചേരി പരിപാടിയിൽ ഇതേ വിഷയം സംസാരിച്ചു. നമുക്ക് ചോദിക്കാനുള്ളത്, ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ ചോദിച്ചു, സക്കരിയാക്ക് ഈ വാദമുണ്ട് എങ്കിൽ അതിന്റെ പ്രമാണം എന്താണ്? ആ പ്രമാണം എന്താ? നിങ്ങൾ ഇതേവരെ പറഞ്ഞിട്ടില്ല. ഇല്ല, ഏത് ജായിസാണെങ്കിൽ രണ്ടാമത്തെ ഞാൻ പറയട്ടെ, ഒന്നുകൂടി മനസ്സിലായിക്കോ. രണ്ടാമത് വന്നു നമുക്ക് നമ്മുടെ ഭൗതികമായ കാഴ്ചപ്പാടുകൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വെക്കാം. നമ്മുടെ ഭൗതികമായ സംവിധാനങ്ങൾ കൊണ്ട്. പക്ഷെ ഒരിക്കലും കഴിയില്ല. അതിന് വേറെ വിഷയം, കഴിയില്ല.
കഴിയില്ല. അപ്പൊ കഴിയാത്തത് കൊണ്ട് തന്നെ അതിനുള്ള ഏത് സഹായത്തോട്ടവും ശരിക്കാണ്. നമുക്കത് കഴിഞ്ഞു എന്ന് വെക്കുക. ഇപ്പൊ പുഴക്കരയിൽ മുങ്ങുമ്പോ അവിടെ ജീവൻ ഒരു ജിന്നുണ്ട് എന്ന് ഭൗതിക മാസങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കാണ് ഇതുള്ളത്? നേരെ വെച്ച് അവിടെ ജിന്നുണ്ട് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനവും ഇന്ന് മനുഷ്യന്റെ മതത്തിലില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ആ തേട്ടം എന്താണ്? ഷിർക്കാണ്, ഷിർക്ക് തന്നെ എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് ആ ജിന്നോടുള്ള ആ സഹായത്തേട്ടം ഷിർക്കല്ല, അത് വസീയത്ത് ആകൂ എന്ന് പറയുകയാണെങ്കിൽ, ഹറാമ് ആകൂ എന്ന് പറയുകയാണെങ്കിൽ അതിന് പ്രമാണങ്ങൾ തെളിവ് വേണം. ഏത് ആയത്താണ്, ഏത് തെളിവുള്ളത്? ഇസ്ലാം 2 സ്ഥാനത്തെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഒന്ന് പിന്നെ അനുവദനീയമായ ഇസ്തിഹാദ്, അത് ആരോടാ? ഈ മനുഷ്യ ഭൗതികമായ കാര്യങ്ങൾ ഇസ്തിഹാദ്. രണ്ടാമത്തെ ഇസ്തിഹാദത്ത് അള്ളാഹുവിനോട് മാത്രം. കാരണം അഭൗതികമായ ആ വിളി, മറഞ്ഞ നിലക്കുള്ള ആ വിളി, അതാരോടെ പഠിക്കുന്നതാണ്? ആ വിളി അതാരോട് മാത്രം? അള്ളാഹു മാത്രമേ ഉള്ളൂ, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അത് ജിന്ന് വെട്ടു എല്ലാം പഠിപ്പിച്ചത്. ഇത് ഞാൻ പറയട്ടെ, ഈ പ്രാർത്ഥന ഇപ്പൊ ഒരു ജിന്നോട് ഇവിടെ ജിന്ന് ഞാൻ നിങ്ങൾ ഒരുപാട് ചോദ്യം ചോദിച്ചില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞ സമയം നിശ്ചയിച്ചിട്ട്, നേരത്തെ പറഞ്ഞല്ലോ സമയം നിശ്ചയിച്ച് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കൂ, ഉത്തരം പറയാലോ. ഞാൻ നേരത്തെ പറഞ്ഞു 2 അല്ല, ഇങ്ങനെ എവിടെ എത്തൂല നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് വല്ലാതെ ഞാൻ നേരത്തെ ദിവസം പറഞ്ഞു 2 മിനിറ്റ് ചോദ്യവും ഇല്ല ചോദിച്ചിട്ടില്ല, നിങ്ങൾ ചോദിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ അതിന് മറുപടി ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ളത് ഏത് തഫ്സീറിലാണ് ഇതുള്ളത്? ഞാൻ പറയട്ടെ, ഈ തഫ്സീറുകളിലൊന്നും തന്നെ നിങ്ങൾ പറഞ്ഞ നമുക്ക് ഇന്ന മറുപടി കിട്ടണം, നേരത്തെ നീ തന്നെ വിശദീകരിക്കണ്ടായി, നമുക്ക് ഇന്ന മറുപടി കിട്ടണം എന്ന നിലയ്ക്കുള്ള വിശദീകരണം ഉണ്ടായിട്ടില്ല. അത് മനസ്സിലാക്കണം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഭൗതികമായി പ്രാർത്ഥനയില്ലാത്തൊരു ചോദ്യം ഷിർക്കാണോ എന്നാണ് നിങ്ങളുടെ വാദം? അല്ല, ഷിർക്കാണ് എന്ന് എന്റെ വാദം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പ്രാർത്ഥനയില്ലാത്ത ഭൗതികമായ ഈ മാത്രം കാക്കാണ് എന്നതിന് ഈ ആയത്ത് തെളിവാണ്. ഏത് പണ്ഡിതനാണ്, ഏത് മുഫസ്സിറാണ്, ഏത് തഫ്സീറാണ്? ഞാൻ പറയട്ടെ, ഇതേ ആയത്തിൽ ഈ തഫ്സീറിൽ ഈ തഫ്സീർ എൻ്റെ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ മറുപടി കേട്ടോ. തഫ്സീർ എൻ്റെ ഇല്ലാത്തത് കൊണ്ട് ഇപ്പം എനിക്ക് തഫ്സീർ തരാൻ കഴിയില്ല. തഫ്സീറുകൾ ഞാൻ കൊണ്ടുവരാത്തത് കൊണ്ട് സുഹൃത്തെ ഞാൻ പറയുന്നത് കേൾക്ക്, എന്നിട്ട് ഇങ്ങനെ ചാടും. ഞാൻ ഇവിടെ തഫ്സീർ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് തഫ്സീറുകൾക്ക് മറുപടി കഴിയില്ല. 2, പിന്നെ നമ്മൾ ഇതേ വാക്കുള്ള തഫ്സീർ എവിടെ ചോദിച്ചാൽ അത് പക്ഷെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാൻ ചോദിക്കും ഇതേ വാക്കുള്ള, പിന്നെ ഈ വാക്ക് പറഞ്ഞ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇതേ വാക്ക് പ്രയോഗിച്ചത് ഇബ്നു ബാസ് റഹിമഹുള്ളയാണ്. ഞാൻ പറയട്ടെ, ഇതേ വാക്ക് പ്രയോഗിച്ചത് അദ്ദേഹമാണ്. ഹയ്യും ഖാദിറും ഹാജിറുമായ ജിൻസിനോടുള്ള സഹായത്തേട്ടം എന്ന് ഇബ്നു ബാസ് റഹിമഹുള്ള വിശദീകരിച്ചത് മതിയല്ലോ. ഞാൻ പറയട്ടെ, ഈ നിങ്ങൾക്ക് വാദമുണ്ടോ? ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞ ഈ വിഷയത്തിലുള്ള ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വാദമുണ്ടോ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നതിൽ ഈ സഹായത്തിന് വിരുദ്ധമായിട്ട് ഇങ്ങനെ ചോദിക്കാമെന്ന് ആരെങ്കിലും പറയാൻ വാദമുണ്ടോ? അല്ല, ഞാൻ അത് ഹറാമു വസൂസിൽ കാണുന്ന വാദമുണ്ടോ? അത് എങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവരും. നിങ്ങൾ കൊണ്ടുവരാ തഫ്സീറിന്റെ അപ്പുറത്തേക്ക് കാണിച്ചു തരാം. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വാദമുണ്ടോ? പേരോത്സവം നിങ്ങളെ കാണിക്കുന്നത്. കാരണം എന്താ അറിയോ? നിങ്ങൾ ഞാൻ പറയട്ടെ, ഞാൻ മറുപടി പറഞ്ഞു. സുഹൃത്തെ ഇരിക്ക്, ഞാൻ പറഞ്ഞുതരാം. അതിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഒന്ന്, നിങ്ങൾ എന്നോട് ഏത് തഫ്സീലുണ്ട് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞ അതേ മറുപടി, അതേ വാക്ക് ഒരു തഫ്സീലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചിലപ്പോ.
ആശയം തന്നെയാണ് ലോകത്തിലെ എല്ലാ പണ്ഡിതന്മാരും തഫ്സീർ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാ പണ്ഡിതന്മാരും എല്ലാ തഫ്സീറുകളും ഞാൻ പ്രാർത്ഥനയില്ലാത്ത ചോദ്യം ശിർക്കാണെന്ന് ലോകത്തുള്ള സർവ്വ പണ്ഡിതന്മാരും തഫ്സീർ കൂടി എഴുതി വെച്ചെന്നുള്ളത് നിങ്ങളുടെ പരലോകത്തിന്റെ വിഷയത്തിൽ എനിക്ക് വേദാറുണ്ട്. ഞാൻ വിടാം. കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ. ഇവിടെ പ്രാർത്ഥനയില്ലാതെ ചോദ്യം ശിർക്കാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ പ്രാർത്ഥനയില്ലാതെ ചോദ്യം മഹേശ്വര ചോദ്യം ശിർക്കാവോ? അത് ഞാൻ പറയട്ടെ. ഏത് ചോദ്യത്തിലും ഒരു ചോദ്യം ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സുഹൃത്തെ ഇരിക്കെ ഞാൻ പറയട്ടെ. എന്നോട് നിങ്ങൾ ചോദിച്ചു, ഞാൻ വിശദീകരിക്കാം. എന്നോട് നിങ്ങൾ ചോദിച്ചു ഇയ്യാക്കനാബു. ഞാൻ പറഞ്ഞു എനിക്ക് അടിസ്ഥാനപരമായ തെളിവ്, ഞാൻ വാദിക്കുന്ന അടിസ്ഥാനപരമായ തെളിവ് ഇയ്യാക്കനാബുദ് വയ്യാക്ക നസ്തഈൻ ഞാൻ പറഞ്ഞു. കാരണം അത് തന്നെ ഞാൻ ഇപ്പോൾ തെളിവെടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ സംസാരിച്ചു കഴിഞ്ഞത് സംസാരിക്കുകയാണ്. ഞാൻ സംസാരിച്ചു കഴിഞ്ഞത് എല്ലാവരും സംസാരിച്ച ആർക്കൊന്നും മനസ്സിലാവില്ല. അപ്പം ഇയ്യാക്ക നസ്തഈൻ എന്നതിൻ്റെ വിഷയത്തിൽ ഈ ഇസ്തിആനത്ത് ആരോട് നടത്തണം? അതിന് ഭൗതികമായ തെളിവുകൾ ഞാൻ പറഞ്ഞു. ഒരിക്കലും അഭൗതികമായ ജീവിയ ജിന്നുള്ള ഇസ്തിആനത്ത് അത് ശിർക്കാവുമെന്ന് ഫത്വ വായിച്ച് ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ ചോദിച്ചു ഏത് തഫ്സീറിലാണ് ഉള്ളത്? ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ അതേ വാചകമുള്ള തഫ്സീർ കാണാൻ കഴിയുന്നവരില്ല. കാരണം നേരത്തെ ഇദ്ദേഹം വിശദീകരിച്ചു. കാരണം ഇതിൻ്റെ ഹുക്കുമുകൾ നമ്മൾ പല ഭാഗത്തും മനസ്സിലാക്കപ്പെടുകയാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വാദമുണ്ടോ ഇയ്യാക്ക നഅ്ബുദു എന്നതിൽ നിന്ന് ജിന്നോടുള്ള സഹായത്തേട്ടം വസിയത്തു ശിർക്കാവുമെന്ന് പറയാൻ പണ്ഡിതന്മാരെ കുറിച്ച് വാദമുണ്ടോ? ഇയ്യാക്ക നസ്തഈൻ ഞാൻ പറയട്ടെ ഞാൻ മറുപടി പറയട്ടെ സുഹൃത്തെ. ഞാൻ മറുപടി പറയട്ടെ ഇരിക്കും. പിന്നെ ചോദിച്ചത് പ്രാർത്ഥനയില്ലാത്ത ഇസ്തിആനത്ത് എന്നാണ്. ഞാൻ അവിടേക്ക് വരുന്നുള്ളൂ, നിങ്ങൾ ചാടിക്കളിക്കല്ലേ. പ്രാർത്ഥനയില്ലാത്ത ഇസ്തിആനത്ത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇബ്നു മാസിന്റെ ഫത്വ വായിച്ച് പറഞ്ഞു, ഒരു മനുഷ്യനോട് ചോദിച്ചാൽ അതൊരിക്കലും ശിർക്ക് എന്ന് വരില്ല. നേരെ മറിച്ച് ഇസ്തിആനത്ത് അത് പ്രാർത്ഥനയില്ല എന്ന് പറയുന്നത് എങ്ങനെ? ഞാൻ പറയാം ജിന്നിനോട് ചോദിച്ചാൽ അത് ഏത് ഇസ്തിആനത്തും അത് ശിർക്ക് തന്നെയാണ്. ഞാൻ പറയാം എന്താണ് തെളിവ്? ഒന്ന് ഞാൻ ഇപ്പോ അതിന്റെ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത്. കാരണം ഇത്തരത്തിലുള്ള ചിന്താഗതി എന്നെ പിന്നീടാണ് കടന്നു വരുന്നത്. ഞാൻ പറയും അതിന്റെ തെളിവാണ്. ഒരിക്കലും ഒരു അഭൗതികമായ ജീവിയ ജിന്നോട്, അഭൗതികമല്ല നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ, അത് നിങ്ങളെ വിശ്വാസമാണ്. ഞാൻ വിശ്വസിക്കുന്ന ജിന്ന് അഭൗതികമാണ് എന്നാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥനയാകുന്നത് അല്ലാഹുവല്ലാത്തോട് പാടില്ല, സംശയമില്ല.
ഞാൻ പറയട്ടെ, ഇവിടെ വേറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ആരെ മറുപടി പറയേണ്ട ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ മനുഷ്യനോട് വിരിവാസിച്ചാണ് എന്റെ ചോദ്യം. അയ്യും ഹാദറും ഹാദറുമായ അതേപോലെ തന്നെ റേഞ്ചിലുള്ള അനസ്മസ്കാര ഭാഷ റേഞ്ചിലുള്ള ജിന്നിനോട് അനുസംസാര ഭാഷ അല്ലാതെ അത് ജക്കന്റെ ഭാഷയാണ്. ജക്കന്റെ റേഞ്ചിലുള്ള ജിന്നിനോട് ഭൗതികമായ രീതിയിൽ പ്രാർത്ഥനയില്ലാത്തൊരു സഹായം ചോദിച്ചാൽ അത് ശിർക്കാണ്, അതിന് തെളിവ് എന്നാണ് എങ്കിൽ ആ രീതിയിൽ വിശദീകരിച്ച ഒരു പണ്ഡിതന്റെ പേര്, മുഫസ്സിറിന്റെ പേര്, ആ മുഫസ്സിർ ഞാൻ പറയട്ടെ. ഇത് ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹത്തോട് ചോദ്യത്തിന് പിന്നെ മറുപടിയായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. എവിടെ ഒരാൾ ചോദിക്കുന്നു, ഹഫദത്തിന്റെ മലക്കിനോട് അല്ലെ എൻ്റെ ഖദീനോട് എന്നെ സുബഹിക്കൊന്ന് വിളിച്ചുണർത്തണമേ എന്ന് ചോദിച്ചാൽ അതിന്റെ വിധി എന്താണ്? അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞതാ, ഞാൻ അദ്ദേഹത്തിന്റെ ഫത്വകൾ പറഞ്ഞതാണ്. അയ്യോ ഞാൻ പറയട്ടെ, ഇത് അല്ല അദ്ദേഹം ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ്? അത് ശിർക്കാണ് എന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ ചോദിക്കുന്നു, ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഭൗതികമായ പ്രാർത്ഥന ഇല്ലാത്ത ഒരു ചോദ്യം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, അഭൗതിക ജീവിയോടുള്ള ഒരു ചോദ്യം അതിലെന്തായാലും ഒരു പ്രാർത്ഥന ഇല്ല എന്ന് പറയുന്നത് വെറുതെയാണ്. ഏതുപോലെ അറിയോ, ഒരാളിങ്ങനെ പിന്നെ അവൻ്റെ പാൻറ് എനിക്ക് കിബിറൊന്നുമില്ല, കിബിറുണ്ടെങ്കിലേ കയറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നവനെ പോലെയാണ് അഭൗതിക ജീവിയ ജിന്നിനോടുള്ള സഹായത്തേട്ടം. അതിൽ പ്രാർത്ഥന ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും അത് പ്രാർത്ഥന അധിഷ്ഠിതമാണ്. കാരണം അത് ആ ജിന്ന് എങ്ങനെ സഹായിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല, ആ ജിന്ന് ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്കറിയില്ല. ആ പ്രാർത്ഥന ഇല്ല എന്ന് പറഞ്ഞാലും അപ്പം നിങ്ങൾ ചോദിച്ച രൂപത്തിലുള്ള ഒരു അതേ വാചകം ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ എന്നത് തഫ്സീർ നോക്കി ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഏതെങ്കിലും. അപ്പോൾ ആശയത്തിലാണ്. കാരണം ഈ ആശയത്തിന് വിരുദ്ധ ഞാൻ പറഞ്ഞു ഈ ആശയം ഞാൻ പറഞ്ഞുതരാം. ഈ ആശയത്തിന് വിരുദ്ധമായിട്ട്, അഥവാ ഞാൻ പറയുന്ന ആശയത്തിന് വിരുദ്ധമായിട്ട് ലോകത്തുള്ള ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ആശയത്തിന് വിരുദ്ധമായിട്ട് ലോകത്തുള്ള ഉണ്ടെങ്കിൽ പറഞ്ഞു. നിങ്ങൾ പറയുന്ന വാചകം ആ വാചകത്തെ അനുകൂലമായിട്ട് ഏതെങ്കിലും മുസ്ലിം ഉണ്ടോ? ഓക്കെ, പിന്നെ സുഹൃത്ത്, അതിന് മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ തഫ്സീർ എന്ന് ചോദിച്ചല്ലോ, ഞാൻ ഈ തഫ്സീറിൽ ഇയ്യാക്രാസ്തയും എല്ലാ തഫ്സീറും റഫർ ചെയ്യുന്ന വന്ന ഒരാളല്ല. ഞാൻ പറയട്ടെ, എല്ലാ തഫ്സീറും റഫർ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞു. കാരണം ഞാൻ ഇവിടെ ചർച്ചയ്ക്ക് വന്നതാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ വിഷയം ഞാൻ പറഞ്ഞു. അതിൽ പ്രാർത്ഥന ഉണ്ടാവട്ടെ ഇല്ലാതാവട്ടെ അഭൗതിക ജീവിയാകുന്ന സഹായത്തോട്ടം ശിർക്ക് തന്നെയാണ്. അല്ലാണ്ട് മാത്രമേ സഹായിക്കാൻ പാടുള്ളൂ. ഒരു ജിന്നിനോട് പിന്നെ ഞാൻ പറയട്ടെ, ഈ പ്രാർത്ഥന ഇല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും? ഞാൻ പ്രാർത്ഥന ഇല്ലാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ജിന്നെ ഒരു സഹായം, എനിക്കൊരു സഹായത്തിനൊന്നുള്ളത് പ്രാർത്ഥന ഉണ്ടോ ഇല്ലയോ? ആ സഹായത്തേട്ടം അഥവാ അഭൗതിക ജീവിയായ ജിന്നിനോടുള്ള സഹായത്തേട്ടം അതെങ്ങനെയോ ആവട്ടെ, അതിൽ പ്രാർത്ഥന ഉണ്ടാവട്ടെ ഇല്ലാതാവട്ടെ, അത് ശിർക്കാണ് എന്നാണ് ഇസ്ലാമിൽ പിന്നെ ഇതിൻ്റെ പ്രമാണങ്ങൾ പരിശോധിച്ച് കേജവ് തീരുമാനിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതിനപ്പുറത്തുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുവരുന്നത് ഈ ഒരു ജിന്നിനോട് അഭൗതികമായ സഹായത്തേട്ടം അത് വസീലത്തിൽ
നമുക്ക് നിസ്കരിക്കാണ്ട് അതുപോലെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ കാര്യങ്ങൾ ഏതാണ്ട് ജനങ്ങൾക്ക് വന്നിരുന്നവർക്കൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലായെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിന്റെ മറുപടി കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ല, എന്തായാലും ഇതൊരു ഒരു ചോദ്യം ഒരു ഉത്തരത്തോടുകൂടി അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ്. പ്രാർത്ഥനയില്ലാത്ത ആ കാര്യത്തില് പ്രമാണം തെളിവ് ചോദിച്ചപ്പോൾ അതില്ലാന്നാണ് നേരത്തെ പറഞ്ഞത്. പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വസീല ചെറുക്കിന്റെ കാര്യം. ഈ വസീല ചെറുക്കിന്റെ ഉദാഹരണം പറഞ്ഞു, ഖബർ സിയാറത്ത് നിർവഹിച്ചു എന്ന് പറഞ്ഞു. ആ വസീലത്ത് ചെറുക്കാണ് ഹറാം, അതിന്റെ ഹുക്കുമാണ് ഹറാം. ഇൻഷാ അല്ലാഹ്. ഏതായാലും ഞാൻ എൻ്റെ കഴിഞ്ഞ വിശദീകരണത്തിൽ തൗഹീദിന്റെ പരിധിയിൽ വരുന്ന ഭൗതികം അഭൗതികം എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു. അതൊന്നും അറിയാത്ത മട്ടിലാണ് മൗലവി അതിനെ നമ്മൾ കണ്ണുകൊണ്ട് ദൃശ്യം അദൃശ്യം, ഞാൻ ആ പദം ഉപയോഗിച്ചു എന്നുള്ളൂ. നിങ്ങൾ പറഞ്ഞ് തെളിഞ്ഞത് തെളിയാത്തത് എന്നാണ്. അത് അവിടെയും പറഞ്ഞ ഭൗതിക തെളിയതും തെളിയാത്തറിനെ കണ്ണുകൊണ്ട് കാണുമ്പോൾ തെളിയും, കാണാത്താവുമ്പോൾ തെളിയൂല. ഞാൻ ദൃശ്യം അദൃശ്യം എന്നുള്ള പദം ഞാൻ ഉപയോഗിച്ചു. ഏതായാലും ഈ ഭൗതികം അഭൗതികം എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? തൗഹീദിന്റെ ചർച്ച വരുമ്പോഴാണ്. തൗഹീദിന്റെ ചർച്ച വരുന്നിടത്ത് അതാണ് നിങ്ങൾ കരുവമ്പോയിൽ ഇവിടെ എഴുതിയത്. ശരിക്കും കരുവമ്പോയിൽ ഇത് മറുപടിയായിട്ട് എഴുതിയത് ആർക്ക്? അമ്പലക്കടവിന്. നിങ്ങൾക്കിപ്പോ ഭൗതികം അഭൗതികം തിരിയാണ്ട പോയില്ലേ എന്ന് ചോദിച്ചു അമ്പലക്കടവ്. ആ അമ്പലക്കടവിന് അതേ വിശദീകരണം ഇപ്പം നിങ്ങൾ എത്തിക്കുന്നത്. കാരണം അദ്ദേഹം ഉദ്ദേശിച്ച ഭൗതികം അഭൗതികം വേറെ, ഞങ്ങൾ തൗഹീദ് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഭൗതികം അഭൗതികം വേറെ. അതെന്താണ്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കൊണ്ടുള്ള ഒരു കാര്യം ഈ ലോകത്ത് നടക്കുന്നില്ല, അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമല്ലാണ്ട്. എന്നാൽ ജിന്നിനും മലക്കുകൾക്കും ചില പ്രത്യേകമായ കഴിവുകളൊക്കെ ഉണ്ട്. അത് ഭൗതികതയിൽ അള്ളാഹ് വെച്ച സംവിധാനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ തൗഹീദ് ചർച്ച ചെയ്യുമ്പോൾ ഭൗതികം എന്ന് പറഞ്ഞാൽ എന്താ? ജിന്നിന് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുക, ഏത് ഭാഗത്തുണ്ടെങ്കിൽ കാണാൻ കഴിയും. അത് അഭൗതികമായ കഴിവാ. ആ കഴിവുണ്ടോ? അല്ലല്ലോ, ഇല്ല. അങ്ങനെ അഭൗതികമായ കഴിവ് ഉദ്ദേശിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ എന്ത് വരുന്നുള്ളൂ? ശരിക്ക് വരുന്നുള്ളൂ. സമസ്തക്കാരുടെ വിശ്വാസം എന്താ? അത് വേർതിരിക്കുന്നില്ലല്ലോ. സമസ്തക്കാരുടെ വിശ്വാസം എന്താ? ഞാൻ ഇവിടെ നിന്നുകൊണ്ട് സലാത്തി വെല്ലിയാൽ ഖബറിൽ കിടന്നുകൊണ്ട് ആര് കാണുന്നു? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു. ഞാൻ വിളിച്ചാൽ ബദ്രിങ്ങൾ കേൾക്കുന്നു. ഇപ്പൊ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരെ കുറിച്ച് എന്താ മൗലവി പറഞ്ഞത്? ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരെ അടുത്ത് പോയി ഇരുന്നാൽ ഞങ്ങൾക്കൊരു ബേജാറുമില്ല. ആ ചാപ്പനങ്ങാടി മൗലവിയുടെ അടുത്തുനിന്ന് പോയാൽ ഞങ്ങൾക്ക് വലിയ പേടിയാണ്. കാരണം എന്ത് ചെയ്താലും ചാപ്പനങ്ങാടി മുസ്ലിയാരെ അറിയും. കാരണം അഭൗതികമായ കഴിവുണ്ട് ഔലിയാക്കന്മാർക്ക് എന്നവരെ വിശ്വാസം. ആ അഭൗതികമായ കഴിവ് ജിന്നുകൾക്കും ഉണ്ട് എന്ന ശിർക്കൻ വിശ്വാസത്തിലേക്കാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ സലഫിയും കൂട്ടരും കൊണ്ടുപോകുന്നത്. അങ്ങനെ കഴിവില്ല. കാരണം ഷിർക്ക് ന്യായീകരിക്കും, പിന്നെ എന്താ പറയാ, ഒരു കൂട്ടം ആളുകൾ ഷിർക്കിലേക്ക് എത്തിക്കാനും ഒരു ഷിർക്കിന്റെ ആളുകളായെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനും വേണ്ടി ഇല്ലാത്ത കഴിവുകൾ ജിന്നിനുണ്ടെന്ന് പറയാം. യഥാർത്ഥത്തിൽ ജിന്നിന്റെ കഴിവ് ഭൗതികമേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കാത്തത്. ജിന്നിന്റെ കഴിവ് ഭൗതികമേ ഉള്ളൂ. അടുത്തുണ്ടെങ്കിൽ കേൾക്കും, അകലെയാണെങ്കിൽ കേൾക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞത് കേട്ടോളി. അല്ലാഹു തആല പറയാം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുമ്പോൾ കുറച്ച് ജിന്നുകളെ പറഞ്ഞയച്ചു. എന്തിനാ പറഞ്ഞയച്ചത്? ആ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ആണല്ലോ. എന്തിനാ അല്ലാഹ് പറഞ്ഞയച്ചത്? ദൂരെ ഇരുന്ന ഈ ജിന്നുകൾക്ക് കേൾക്കാൻ കഴിയില്ല. ഫലമ്മാ ഹദറൂഹു, അവർ പ്രവാചകന്റെ മുമ്പിൽ ഹാജരായപ്പോൾ, അത് കാണൂല, അങ്ങോട്ട് കാണാൻ കഴിയില്ല, അവർ ഇങ്ങോട്ട് കാണും. അവർ പ്രവാചകന്റെ മുമ്പിൽ ഹാജരായപ്പോൾ ഖാലു അൻസിതു, ജിന്നുകൾ തമ്മിൽ പറഞ്ഞു വർത്താനം പറയില്ല, റസൂൽ ഖുർആൻ ഓതാൻ പുറപ്പെടുകയാണ്. എന്ത് മനസ്സിലായി? പ്രവാചകൻ ഖുർആൻ ഓതുന്നു, അവിടെ ഹാജരായ ജിന്നുകൾ കേൾക്കുന്നു. അതാണ് ഹാലിറുള്ളത് കേൾക്കുന്നു പറഞ്ഞ. ഹാലിർ പറഞ്ഞാൽ കണ്ണോണ്ട് കാണുന്നല്ല, അവിടെ സമക്ഷത്തിൽ ഉണ്ടാവുക എന്നുള്ള. നമുക്ക് കാണാൻ കഴിയൂല. ശരി, പ്രവാചകൻ ഓതിയത് ആര് കേട്ടു? ആ ജിന്നുകൾ കേട്ടു. ഖുർആൻ ഓതി കേട്ട് അവർ എന്താ ചെയ്തത്? അവർ പോയിട്ട് ജിന്നുകളുടെ കൂട്ടത്തേക്ക് പോവുക. എന്നിട്ട് പറയാണെന്ത്? യാ ഖൗമന അജീബു ദാഇയല്ലാഹ്, സമൂഹമേ ഇതാ ഞങ്ങൾ ഖുർആൻ കേട്ടു, ഒരു മുഹമ്മദിന് ഇതാ, ഒരു പ്രവാചകൻ ഇതാ ക്ഷണിക്കുന്നു, ആ ക്ഷണം നിങ്ങൾ സ്വീകരിക്കൂ എന്ന് അപ്പുറത്ത് പോയി ജിന്നുകൾക്ക് ഈ ജിന്നുകൾ പറഞ്ഞു കൊടുത്തു. എന്ത് മനസ്സിലായി? ജിന്നുകൾക്ക് ഭൗതികമായ കഴിവുണ്ട്. അടുത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കേൾക്കും. നീ നമ്മളിപ്പോ ഈ പങ്കെടുക്കുന്ന സ്ഥലത്ത് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാം, ജിന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കേൾക്കും. കേൾക്കുമെന്ന് വിശ്വസിക്കണം നമ്മൾ.
ഇവിടെ മലക്കുകളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? കേൾക്കും. ആ കേൾവി ഇബ്രാഹിം നബിക്ക് ഉണ്ടെന്ന് പറഞ്ഞാലോ അവിടെ ശിർക്ക് അങ്ങ് വേർതിരിഞ്ഞിട്ടില്ല. അത് വിഷ്ണു കേൾക്കുന്നു പറഞ്ഞാലോ അത് തനി പൊട്ടത്തരമാണ്. വിഷ്ണു സംഗതി തന്നെയല്ല. അപ്പോ ജിന്നുകൾ ഹാജരാകുന്നു, അവർ കേൾക്കുന്നു. അപ്പുറത്ത് പോയി പറഞ്ഞ എന്തുകൊണ്ടാണ്? അവർ അഭൗതികമായ സ്ഥലത്താണ്, അഭൗതികമായി കേൾക്കാൻ അവർക്ക് കഴിയില്ല. ഇനി സൂറത്തുൽ ജിന്നിൽ എന്താ പറഞ്ഞത്? ഒരു വിഭാഗം ജിന്നുകളെ ഞാൻ നിന്നിലേക്ക് ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി. പ്രവാചകൻ ഖുർആൻ ഓതിയത് ഒരു വിഭാഗം ജിന്നുകൾ കേട്ടു. അപ്പൊ ജിന്ന് കേട്ടു എന്ന് പറഞ്ഞാൽ ശിർക്കാവൂല. അന്ന് മുഹമ്മദ് നബി ഓതിയത് ഇബ്രാഹിം നബി കേട്ടു എന്ന് വിശ്വസിച്ചാലോ ശിർക്കായി. മക്കാ മുശ്രിക്കുകൾ ആരാധിക്കുന്ന ആരെയാണ്? ഇബ്രാഹിം നബിയാ. അപ്പൊ ഇബ്രാഹിം നബി വേറെ, ജിന്നു വേറെ. ജിന്നുകൾ അവിടെ ഹാജരുണ്ട്, കേട്ടു. അവര് പോയിട്ട് എന്താ പറഞ്ഞത്? ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, അത്ഭുതകരമായ ഖുർആൻ ഞങ്ങൾ കേട്ടു, വിശ്വസിച്ചോളൂ എന്ന് അവിടെ പോയി പറഞ്ഞു കൊടുത്തു. കാരണം എന്താ? അവർക്കത് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, അടുത്ത് വന്നവർ കേട്ടു. ഇതാണ് ഭൗതികവും അഭൗതികവും. ഈ ഭൗതികം അഭൗതികവുമാണ് നിങ്ങൾ തൗഹീദ് പറയുമ്പോൾ പറയേണ്ടതും. അല്ലാണ്ട് എനിക്ക് ജിന്നിനെ കാണാൻ പറ്റുമോ, എന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉൾക്കൊണ്ടാൻ കഴിയാതെ മടവൂരി നാസർ സുലൈമിന്റെ വിശദീകരണ അതിന് നമ്മൾ പേര് കണക്കണില്ല. അപ്പോ നാസർ സുലൈമി പഠിപ്പിച്ചതല്ല ഇസ്ലാം ദീന്. ഇവിടെ തൗഹീദ് വിശദീകരിക്കുമ്പോൾ ഭൗതികം അഭൗതികം എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവെന്ത്, അവരുടെ കാഴ്ചയുടെ പരിധി എന്ത്? ഇനി ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ബാങ്ക് കേട്ടാൽ പള്ളിയിൽ നിന്ന് ജിന്നെന്ത് ചെയ്യും? ഏത് ചെറിയ കുട്ടിക്കും അറിയാം. ബാങ്ക് കേട്ടാൽ പള്ളിയിൽ ജിന്ന് പിശാചുക്കൾ ഓടും. എത്ര ദൂരത്തേക്ക് ഓടും? ആ ബാങ്ക് കേൾക്കാത്ത പരിധി വരെ ഓടും. അഭൗതികമാണ് ജിന്ന് എങ്കിൽ സുഹൃത്തെ, പിന്നെ എന്തിനാ ഓടുന്നത്? അവിടെ തന്നെ നിന്നാ പോരെ. അപ്പൊ പറയണം ആ അഭൗതികം വേറെ, ഈ അഭൗതികം പ്രാർത്ഥന അഭൗതികം വേറെ തിരിച്ചു പഠിപ്പിച്ചു തരണം. അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ലേഖനമായിട്ട് നിങ്ങൾക്ക് കുറെ ആന്നും കുറെ ഈന്നും സമ്മതിച്ചൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങോട്ട് അങ്ങനെ ഇടങ്ങറാകേണ്ടി വന്നത്. അപ്പൊ ജിന്നുകള് ബാങ്ക് കൊടുക്കുന്ന പള്ളി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ഓടും. എന്തിനാ ഓടുന്നത്? ആ ബാങ്ക് കേൾക്കാതിരിക്കാൻ. അഭൗതികമാണ് ജിന്നിയെങ്കിൽ, അഭൗതികമായ കഴിവാണ് ജിന്നിന്റെ എങ്കിൽ പിന്നെ എന്തിന്റെ ആവശ്യമില്ല? ഓടേണ്ട ആവശ്യമില്ല. ബാങ്ക് കേൾക്കാത്ത ദൂരത്ത് ഓടി ബാങ്ക് കഴിഞ്ഞാൽ തിരിച്ചു വരും, സൊഫിൽ നിൽക്കും, ആ പള്ളിയിൽ വന്നിരിക്കും. ഇഖാമത്ത് വിളിച്ചാലോ പിന്നെ ഓടും. എന്തിനാ ഓടുന്നത്? അത് കേൾക്കുന്ന അസഹ്യമാണ്. അതുകൊണ്ട് ആ ജിന്ന് ബാധിച്ച ആൾക്കാർ ഖുർആനും ദിക്റും ചൊല്ലാൻ പറഞ്ഞത് ഓൽക്ക് ഇഷ്ടമല്ല. അത് വേറെ വിഷയം, അത് നിശ്ചയിച്ചു നടക്കാനുള്ള അതീശമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്താ ജിന്ന് ബാധ വികലവാദമാണെന്ന് വിജയനത്തിൽ ലേഖനം വന്നു. ഞാൻ പറഞ്ഞു ഒന്നും മിണ്ടിയിട്ടില്ല. ഹദീസ് നിഷേധത്തെ കുറിച്ച് പറഞ്ഞിട്ടും ഒന്നും മിണ്ടിയിട്ടില്ല. അതായത് പോട്ടെ, അതൊക്കെ വിഷയം മാറെ. അല്ല ജമിയത്തുൽ ഉലമ ഞാൻ പറഞ്ഞു ഇല്ല ഒരു മിനിറ്റ് ഇല്ല എന്റെ കഴിയട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് പ്രാർത്ഥനയുടെ വിഷയത്തിൽ ഭൗതികം അഭൗതികം എന്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ അതിലുള്ളത് എനിക്കറിയാം അതിലെന്താ ഉള്ളതെന്ന്. കാരണം ഞങ്ങളത് 4-5 തവണ വായിച്ചിട്ട് ഒരുപാട് സംശയങ്ങൾ എഴുതി കൊടുത്ത് ഈ സംശയങ്ങൾ തീർക്കുന്നവരുണ്ട്. അതിനുശേഷം വിചിന്തനത്തിൽ ലേഖനം വന്നത് ജിന്നുബാധ പോലെയുള്ള വികലവാദങ്ങളെ കേരള മുസ്ലിങ്ങൾക്കിടയിൽ തിരിച്ചു കൊണ്ടുവരാൻ മുജാഹിദ് കേരളം സമ്മതിക്കുകയില്ല എന്ന് കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയ ജനലക്ഷങ്ങൾ പ്രഖ്യാപിച്ചു എന്നോണ എഴുതിവിട്ടത്. അത് ഖുർആനായത്തിന് നിഷേധമാണ് എന്തിന് എഴുതിവിട്ടത്? വിചിന്തനത്തിന്. എന്നിട്ടും അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. ശരി, അത് വിഷയം മാറാം. അപ്പൊ പ്രാർത്ഥന പറയുന്ന അടുത്തുള്ള ഭൗതികം മാറേ, അഭൗതികം ശരി. ഇനി ഇവിടെ പറഞ്ഞ എന്താ? വസീലത്തു ശിർക്ക് ആരാ പറഞ്ഞതെന്നാ നേരത്തെ പറഞ്ഞു. ഫത്വ വായിച്ചു ഷെയ്ഖ് ഖദിയാൻ, ജക്കരിയ സലഹി പറഞ്ഞതല്ല. ആരെ പറഞ്ഞു ചോദിച്ചാൽ നേരത്തെ ഫത്വ വായിച്ചെന്നും. അത് ഒരു ഖദിയാൻ മാത്രമല്ല. ഇനി നോക്കൂ നിങ്ങൾ, നമ്മുടെ ബഹുമാനപ്പെട്ട ലജ്നത്തുൽ ദായിമയിലുള്ള ബക്കർ അബ്ദുള്ള അബൂ സെയ്ദ് എഴുതി വെച്ചോളിൻ. അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുള്ള മുഹമ്മദ് ആലു ഷെയ്ഖ്, സാലിഹുൽ ഫൗസാൻ അൽ ഫൗസാൻ, ഇവരൊക്കെ പറഞ്ഞ എന്താണ്? ലാ യജൂസുൽ ഇസ്തിആനത്തു ബിൽ ജിന്നി വഹിയ മുഹറമത്തുൻ വവസീലത്തുൻ മിൻ വസായിൽ ശിർക്ക്. ആരെ പറഞ്ഞു? മൂപ്പരോട് ചോദിച്ചപ്പോൾ മറുപടി ഇല്ല. അങ്ങനെ ഇത് ഇബ്നു ബാസ്, അതേപോലെ തന്നെ ഇബ്നു ബാസ് അല്ല, ബക്കർ ബിൻ അബ്ദുള്ള, അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള ബിൻ മുഹമ്മദ് ആലു ഷെയ്ഖ്, സാലിഹുൽ ഫൗസാൻ അൽ ഫൗസാൻ വസീലത്തു ശിർക്ക് എന്ന് പറഞ്ഞു. ഹറാം എന്ന് പറയില്ല. ഹറാം എന്ന് പറയുമ്പോൾ എങ്ങനെ? വസീലത്തു ശിർക്കാണ്, അതുകൊണ്ട് അതിന്റെ ഹുക്കും എന്താണ്? ഹറാമാണ്. ഷിർക്കാണ്, അതുകൊണ്ട് അതിന്റെ ഹുക്കും ഹറാമാണ്. അപ്പൊ ഷിർക്ക് ഇനി ഇത് ജമിയത്തുൽ ഇതാണ് എവിടെ കൊടുത്തത്? ജമിയത്തുൽ ഉലമയുടെ ഫത്വയിൽ അനീഫ് കായക്കൂടി എഴുതിയവരെ വായിച്ചത്. അത് ഓരോന്നോരോ എല്ലാവരും ലജ്നത്തു ദായിമൻ വേണ്ട. ഇയാത്തുറാസുൽ ഇസ്ലാമിന്റെ കുവൈത്തിൽ നിന്ന് വന്ന പൈസ നമുക്ക് വാങ്ങിച്ചല്ലോ. ആ കുവൈത്ത് ഫത്വ വന്നിട്ടുണ്ട്, കുവൈത്തിൽ നിന്ന് ഫത്വ. ഇനി ഇതില് എന്ന് മാത്രമല്ല, ഇതേപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, സാലിഹ് ബിൻ അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, അദ്ദേഹം പറഞ്ഞ കേട്ടോളിയും. അമ്മൽ ഇസ്തിആനത്തു ബിൽ ജിൻ, ഇവരൊക്കെ ആരാണ്? ഷിർക്ക് എന്ന് പറഞ്ഞ അതേ ആളുകൾ തന്നെയാണ്.
ഷിർക്കാണ് എന്ന് പറഞ്ഞവർ തന്നെ ഇവിടെ എന്ത് പറയുന്നത്? വസീലത്തു ഷിർക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഷിർക്കാകുന്നതുമുണ്ട്, വസീലത്ത് ഷിർക്കാകുന്നതുമുണ്ട്. നമ്മൾ ചോദിക്കാമെന്നോ തേടാമെന്നോ ഒക്കെ ചോദിക്കാമെന്നോ അല്ല പറയുന്നത്. ഒരു മനുഷ്യനോട് എന്തെല്ലാം എപ്പോഴെല്ലാം എങ്ങനെയെല്ലാം ചോദിച്ചാൽ ഷിർക്കാകുമോ? ഒരു മനുഷ്യനോട് ഇത് ഇങ്ങനെ ഒരു മനുഷ്യനോട് എന്തെല്ലാം ഏതെല്ലാം എപ്പോഴെല്ലാം ചോദിച്ചാൽ ഷിർക്കാകുമോ അതേ കാര്യം ഒരു ജിന്നോട് ചോദിച്ചാലും അപ്പോഴെല്ലാം അതെന്താകും? ഷിർക്കാകും. ഒരു മനുഷ്യനോട് അവിടെ എന്റെ കണ്ണോട് കണ്ടോ കണ്ടില്ല എന്നുള്ളതല്ല, എന്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. എങ്ങനെ? എന്നാൽ മനുഷ്യനോട് അനുവദനീയമായ കാര്യങ്ങൾ ജിന്നുകളോട് അനുവദനീയം അല്ല. കാരണം ജിന്നുകളിൽ പിശാചു വർഗ്ഗങ്ങളുണ്ട്. നല്ല ആളുകൾ ഒരിക്കലും മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട് നടക്കണില്ല. അവരവരെ പണിയിട്ട് അവരെ ലോകത്ത് നടക്കുക. ചീത്ത ആളുകൾ മനുഷ്യനെ വഴിപഠിപ്പിക്കാനും വേണ്ടില്ല. ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് അല്ലേ ശുറയും? നിങ്ങൾ പറഞ്ഞൊക്കെ അങ്ങനെ തന്നെയാണ്. ശരി, വേണ്ട, അലിക്കാൻ വരാം. അതിന്റെ മുമ്പ് ഒന്നുകൂടി കേട്ടോളി, അതിലേക്ക് വരുന്നുണ്ട്. അതിന്റെ മുമ്പ് ഒന്നുകൂടിയും അടുത്തത് എന്താണെന്നറിയോ? ഞാൻ വായിച്ചു. ഷെയ്ഖ് സാലിഹ് അബ്ദുൽ അസീസ്, സാലിഹ് ഇബ്നു അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, അദ്ദേഹം പറയാ അമ്മൽ ഇസ്തിആനതു ബിൽ ജിന്നി ഹത്താ വലൗ കാന ഹാളിറാ. ജിന്ന് ഹാളിറാണെങ്കിൽ തന്നെ, ഹാളിറാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കാണും എന്ന അർത്ഥത്തിലല്ല, സമക്ഷത്തിൽ ഉണ്ട് എന്ന് ഏതെങ്കിലും നിലക്ക് ശബ്ദം കേട്ടിട്ടോ മറ്റോ ഒരാൾക്ക് അനുഭവപ്പെട്ടാൽ തന്നെ ഫലം യകുൻ അലൈഹി ഹദിയുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിവസ്ലിഹി സ്വഹാബിഹി, പ്രവാചകനോ സ്വഹാബികളോ എന്ത് ചെയ്തിട്ടില്ല? അവരോട് ചോദിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. വമൻ അജാസഹു മിനൽ ഉലമാഇ ഫഇന്നമാ ഹുവ ഇദാ അറദ ഫീ ഹാലിൻ മുഅയ്യന. ചില പണ്ഡിതന്മാർ അത് അനുവദനീയം എന്ന് പറഞ്ഞത് ചില പ്രത്യേകമായ അവസരങ്ങളിലാണ്. ആ അവസരങ്ങൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യരൂപം പൂണ്ടുവരികയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അറിയാത്തൊരു സാഹചര്യം വരികയോ, അതാണ് ഹാലിൻ മുഅയ്യന എന്ന് പറയുന്നത്. വഹാദാ ലാ യൻബഗി അൻ യകൂന ഫീ ഹാലി റുഖിയ, റുഖിയയുടെ വേളയിൽ അതൊരിക്കലും പറ്റുകയില്ല എന്ന് പറയാണ്. ഫഇദൻ അൽ വാജിബു, നിർബന്ധമായ കാര്യമാണ് ഹുവ തർകുൽ ഇസ്തിആനതി ബിൽ ജിന്നി, ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ. തേട്ടല്ല, തേട്ടം പറഞ്ഞ പിന്നെ എന്തായത്? പ്രാർത്ഥനയായി, ശിർക്കായി, സംശയമല്ല. സഹായം ആവശ്യപ്പെടൽ അത് ഉപേക്ഷിക്കൽ നിർബന്ധമാണ്. കാരണം അത് ഷർറിനുള്ള മാർഗങ്ങളിൽ ഒന്നാണ്, ശിർക്കിലേക്കുള്ള മാർഗങ്ങളിലും ഒന്നാണ്. ബില്ലാഹി അജ്ജവല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ. അപ്പൊ ശിർക്കാണ് എന്ന് പറഞ്ഞിരുന്ന അതേ പണ്ഡിതൻ അവിടെ എന്ത് പറഞ്ഞത്? വസീലത്തു ശിർക്കാന്ന് പറയും. എന്തുകൊണ്ട്? ശിർക്കാകുന്നതുമുണ്ട്. അതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് സക്കരിയ സ്വലാഹിന്റെ വാദമല്ല, അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നുമില്ല. അല്ല, ജിന്നിനോട് എന്തും എപ്പോഴും എങ്ങനെയും ചോദിക്കാം, ഒരു കുഴപ്പമില്ല എന്ന് സക്കരിയ സ്വലാഹി പറഞ്ഞാൽ അദ്റഹ്മാൻ സലഫിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യൂല? വിളിക്കൂല, പോകാനും പറയും. അപ്പോൾ ഇതാണ് ഭൗതികം അഭൗതികം ജിന്നോട് സഹായത്തോടത്തിലും പറയാനുള്ള ഒരു വിഷയം. പിന്നെ ജിന്നുകളെ കുറിച്ച് നിങ്ങൾ ആലമുൽ ഗൈബി വ ഷഹാദ എന്ന് പറയുന്നുണ്ട്. ഗൈബിയായ ലോകം, ഷഹാദത്തായ ലോകം. ആരെ സംഭവിച്ച? അള്ളാഹ്ക്ക് ഗൈബുമില്ല, ഷഹാദത്തുല. മനസ്സിലായിക്കോളി. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല? ഗൈബും ഷഹാദത്തും ഇല്ല. അള്ളാഹ്ക്ക് ഇന്നും നാളെയും മറ്റന്നാളും ഇന്നലെയും ഒക്കെ ഒന്നാ. അതുകൊണ്ടാണ് നാളത്തെ നമ്മുടെ ഖദർ അള്ളാഹ് എന്തിനാ എഴുതി വെച്ചത്? ഇന്നും നാളെ ആയിരിക്കാം നമുക്ക് നാളെ ആയിട്ട് വേണം നാളത്തെ കാര്യം അറിയാനും. അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് 50,000 കൊല്ലം മുമ്പ് മനുഷ്യനെ ഖദർ രേഖപ്പെടുത്തി വെച്ചത്. അപ്പൊ ആലിമുൽ ഗൈബി വ ഷഹാദ എന്ന് പറഞ്ഞാൽ അതിലേക്ക് ജിന്നിനെ കൊണ്ടുപോയിട്ട് ജിന്ന് ഭൗതികമാണ് അഭൗതികം എന്ന് പറഞ്ഞ ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് അഭൗതികം. അതേപോലെ തന്നെ അള്ളാഹു പഠിപ്പിച്ചു തന്നതേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ, അതുകൊണ്ടാണ് അഭൗതികം. തൗഹീദ് ചർച്ച ചെയ്യുമ്പോൾ വിഷയം അതല്ല. അവിടെ ചർച്ച എന്താണ്? അവരുടെ കേൾവി, അവരുടെ കാഴ്ച, അവരുടെ അറിവ്. അത് ഭൗതികമോ അഭൗതികമോ? അത് ഭൗതികമാണ്. അത് അള്ളാഹ് വെച്ച സംവിധാനത്തിനകത്താണ്. അല്ല അഭൗതികമാണെന്ന് പറഞ്ഞാലോ ആ പറച്ചിലും ആ വിശ്വാസവും എന്താണ്? ശിർക്കാണ്. അതാണ് നമ്മുടെ നേതാക്കന്മാരെ പഠിപ്പിച്ചത്. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും സൃഷ്ടിക്കും അഭൗതികമായ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം എന്താണ്? ശിർക്കും തൗഹീദിനും എതിരുമാണ്. ആ വിശ്വാസമാണ് മൂവാറ്റുപുഴയിൽ ആര് പറഞ്ഞത്? അനീഫ് കായക്കൊടി പറഞ്ഞത്. പിന്നെ ഞാൻ ചോദിച്ചല്ലോ, ആര്? നമ്മുടെ നൗഷാദ് ഹസന് ചോദിച്ചു, പിന്നെ ആരാണ് ജിന്നുകൾക്ക് ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ അത് യായ്ബാദിൽ ശിർക്കുണ്ടെന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ സിഹിർ പലിക്കുന്ന ജിന്നിന്റെ ഇടപെടലാണല്ലോ. അപ്പൊ അതെങ്ങനെ അവരുടെ പ്രവർത്തനം വരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ജിന്നുകൾക്ക് അങ്ങനെ അബോധികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാവൂല, വിശ്വാസം വെച്ച് ചോദിച്ചാലേ ശിർക്കാവൂന്ന് പറഞ്ഞു. ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വിശ്വാസം വന്നാൽ തന്നെ ശിർക്കായും. അപ്പൊ ആ ശിർക്കാണ് ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? യായ്ബാദിലെ ശിർക്കാണെന്ന് പറയാൻ ലോകത്ത് ഒരു സലഫി പണ്ഡിതനും പറയാത്ത ഒരു ആദർശം. പോട്ടെ, അതങ്ങനെ. അപ്പൊ ആലിമുൽ ഗൈബി വ ഷഹാദ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് ഗൈബുമില്ല ഷഹാദത്തുമില്ല, എല്ലാം തുല്യമാണ്. അപ്പൊ ജിന്ന് അഭൗതികം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കാഴ്ചയിലും നമ്മുടെ അറിവിലും ജിന്ന് എന്താണ്? അഭൗതികമാണ്. പക്ഷെ ജിന്നിന്റെ പ്രവർത്തനങ്ങളും അവന്റെ കാഴ്ചയും മറ്റുള്ള കാര്യങ്ങളും ഒരിക്കലും അഭൗതികമായി വരികയില്ല. ഇനി നിങ്ങൾ പറഞ്ഞ വാക്യം അവിടെ എഴുതി വെച്ചു, ഭൗതിക സംവിധാനങ്ങളുമായി ജിന്നിന് ഒരു ബന്ധവുമില്ല.
ആ വാക്കങ്ങൾ പറഞ്ഞു, ഞാൻ അപ്പം എഴുതി വെച്ചതാണ്. അത് തെറ്റാണ്, ഖുർആനെതിരാണ്. ശരി, നിങ്ങൾ ഉദ്ദേശം എന്താ നമുക്കറിയില്ല. നിങ്ങൾ പറഞ്ഞ വാക്ക് ഇതാണ്. ഭൗതിക സംവിധാനം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഭൗതിക സംവിധാനമായിക്കോട്ടെ. ജ്യോത്സ്യന്മാർ പലതും പറയുന്നു. എന്താ ഇസ്രായേൽ പ്രവാചകൻ ചോദിച്ചത്? റസൂൽ അവർ പറയുന്നത് സത്യമാകുന്നുണ്ടല്ലോ. എന്താ പറഞ്ഞത്? അത് ജിന്നുകൾ കട്ടുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. അത് മനുഷ്യനുമായി ബന്ധപ്പെട്ട സംവിധാനമാണോ? അല്ലേ? എന്തോ എങ്ങനെ പറഞ്ഞു നമുക്ക് അറിയേണ്ട ആവശ്യം. പിന്നെന്താ അഭൗതികമാ? ഒരു സാഹിറിന്റെ മനസ്സിൽ പല കാര്യങ്ങളും ജിന്നു എന്താ ഈ പറഞ്ഞത്? അല്ല, ജിന്ന് സാഹിറിനോട് ചോദിക്കല്ല. സാഹിർ ചെയ്യുന്ന കുഫർ, സാഹിർ ചെയ്യുന്ന ശിർക്ക്, സാഹിർ ചെയ്യുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ, അതിന്റെ സംവിധാനത്തിൽ അതിന്റെ ഫലമായിക്കൊണ്ട് പിശാചി സാഹിറിന് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ആ സഹായം മുമ്പിൽ വന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു പാത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയല്ല. അത് എങ്ങനെയാണ് നമുക്ക് പിടികിട്ടൂല. അതാ എങ്ങനെയാണ് പിടികിട്ടാത്തത് കൊണ്ട് മനസ്സിലാക്കി. എങ്ങനെയാണ് നമുക്ക് പിടികിട്ടാത്തത് കൊണ്ട് ജിന്നിന്റെ ആ പ്രവർത്തനം അഭൗതികമാണെന്ന് പറയരുത്. പടച്ച തമ്പുരാനെ. മാനിമോനിന്റെ പരിഭാഷ ഉണ്ടോ? നിങ്ങളെ ഈ വിശ്വാസം തെറ്റാണ്. നിങ്ങൾ അന്ധത. നിങ്ങൾ വ്യാഖ്യാനിക്കാൻ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് വ്യക്തമായി വരുന്നൊരു ആശയം അതാണ്. ജിന്ന് ചുരുക്കാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ജിന്ന് പിശാചുക്കൾ സാഹിറിന് നൽകുന്ന സഹായം, സാഹിറിന് ചെയ്തു കൊടുക്കുന്ന പിന്നെ ഈ മാരണക്കാർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കാഴ്ചകൾക്ക് അധീനമാണെങ്കിലും നമുക്കതിന്റെ വഴികൾ പിടികിട്ടാത്തതാണെങ്കിലും ജിന്നിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ഭൗതികമായ പ്രവർത്തനമാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ അഭൗതികമാണ് പറഞ്ഞല്ലോ. അൽഹംദുലില്ലാ മാറി. ശരി, നിങ്ങൾ അങ്ങനെ തന്നെ മാറ്റി. അത് ഭൗതികമാണ്. നിങ്ങൾ അഭൗതിക എന്നാ നിങ്ങൾ പറഞ്ഞത്? അല്ലാഹു അക്ബർ. ഒരു വിഷയം പറഞ്ഞു, ഒരു അദ്ദേഹത്തിന്റെ കയ്യിനായ ജിന്നെ റസൂൽ പറഞ്ഞല്ലോ ചെവിടിൽ കുറുകി കൊടുക്കുന്നു. ആ കുറുകി കൊടുക്കുന്ന സാഹിർ കേൾക്കുന്നു. അത് ഭൗതിക കേൾവിയാണോ അഭൗതിക കേൾവിയാണോ? നിങ്ങൾ പറയണ്ട. കോഴി കുറുകുന്ന പോലെ ജിന്നിന്റെ സാഹിറിന്റെ ചെവിയിൽ നിങ്ങൾക്കറിയില്ല. എന്റെ കരിനെ പോലും എനിക്ക് വെക്കാൻ കഴിയില്ല. ഞാൻ ഒരു 1000 രൂപ എണ്ണിയിട്ട് എന്റെ പോക്കറ്റിൽ ഇട്ടിട്ടാണ് ഞാൻ സാഹിറിന്റെ അടുത്തേക്ക് പോണിച്ചാൽ അത് സാഹിറിന് പറയാൻ പറ്റും എന്റെ പോക്കറ്റിൽ 1000 രൂപ ഉണ്ട്. ആ സ്ഥാനത്ത് ഈ 1000 രൂപ എണ്ണാതെ ഒരു 5 നോട്ട് എടുത്തിട്ട് എന്റെ പോക്കറ്റിലിട്ട് പോയാൽ സാഹിറിന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? അത് എന്റെ കരിനും സാഹിറിന്റെ കരിനും തമ്മിലുള്ള സംഭാഷണമാണ്. അതാണ് ഈ കുറുകി കൊടുക്കുന്നത്. അത് ബുഖാരിന്റെ ഹദീസാണ്. ഏതായാലും ഞാൻ പറഞ്ഞുതരാം. ഏതാ ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ചോദ്യം മനസ്സിലായി. ആ അത് ഉണ്ട് പറഞ്ഞേക്ക്. ഞാൻ പറയാം.
മനുഷ്യന് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത അതാണ് ഇവിടെ തകർത്തത്. അതാണ് ഇവിടെ തകർത്തത്. അതായത് ജിന്നുകൾക്ക് മനുഷ്യനുമായി ഇടപെടുന്ന ഒരു ഏർപ്പാടും ഭൗതിക സംവിധാനങ്ങളും ഇല്ല എന്ന് ഇവിടെ സംസമൗലി പറഞ്ഞു. ആ വാദം ശരിയല്ല. എന്തുകൊണ്ട്? ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹ് നിങ്ങൾ പറയാ അതൊന്നുകൂടി ഞാൻ വിശദീകരിക്കാം. ഞാൻ ഇവിടെ ജിന്നും മനുഷ്യൻ ഇടപെടുന്ന ഒരു സാഹചര്യം ഇല്ലാതെ പറഞ്ഞിട്ടില്ല. അപ്പൊ ആദ്യത്തെ വാദങ്ങൾ മാറി. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ പേരിൽ വാക്ക് പിഴവായിരിക്കും. ഞാൻ അത്ര അല്ല, നിങ്ങളുടെ വാദത്തെ സമർത്ഥിക്കാൻ വേണ്ടി ശക്തിയുക്തം പറഞ്ഞൊരു വാചകാണത്. ഇവിടുത്തെ ഭൗതിക സംവിധാനങ്ങളുമായി ഞാൻ വാക്ക് എഴുതി വെച്ചു. ഇതാ അല്ലെങ്കിൽ പറഞ്ഞ ഇത് ഞാൻ തിരുത്തുന്നു എന്ന് പറയണ നിങ്ങൾ ഭൗതിക സംവിധാനങ്ങളുമായി ജിന്നിന് ഒരു ബന്ധവുമില്ല എന്ന വാക്കാണ് നിങ്ങൾ പറഞ്ഞത്. സംവിധാനങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്ന ആ വാക്കപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ തിരുത്താണ്. ഭൗതിക സംവിധാനങ്ങളുമായി ഇതിന് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനങ്ങളും ശരി, നിങ്ങൾ ഇരിക്കും. എന്നാ ബാക്കി പറഞ്ഞുതരാം. ജിന്നെ മനസ്സിലാക്കാനുള്ള ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞത് ഭൗതിക സംവിധാനങ്ങളുമായി ബന്ധമില്ല. അല്ല, ജിന്നിനെ മനസ്സിലാക്കാനുള്ളതല്ല, ജിന്നിന്റെ പ്രവർത്തനങ്ങൾ ഒരു ബൗദ്ധില്ലെന്ന്. കാരണം നിങ്ങൾ കൊണ്ടുവന്ന ഒരു വാദം നിങ്ങൾ ഒന്നും സമ്മതിക്കൂലെന്നോ ഒക്കെ പറയും ചെയ്യും. ഏതാണ് വിശ്വസിക്കേണ്ടത്? സംഗതി നിങ്ങളെ നേതാക്കന്മാർ എന്തൊക്കെ നുണയെ വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സത്യത്തിൽ അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അത് കുറെ അംഗീകരിക്കും, ഇത് കുറെ ഇല്ല എന്ന് പറയും, കുറെ അവിടെ ഉണ്ട് എന്ന് പറയും. അനീഫ് കായപ്പൊടി ചോദിച്ചിട്ടുണ്ട്, നമ്മൾ പറയുന്നത് ജിന്ന് എങ്ങനെ കേൾക്കുന്നു? അറിയാനോ അവരുടെ മണ്ഡലങ്ങളെ കുറിച്ച് ഹദീസിൽ വന്നതല്ലാതെ അവരുടെ വാർത്തകൾ അറിയാനും മനസ്സിലാക്കാനും ഭൗതികമായ ഒരു സാഹചര്യങ്ങളുമില്ല. തൊട്ട് നോക്കാൻ അറിയില്ല, മണത്ത് നോക്കാൻ അറിയില്ല, കേൾവിക്കുണ്ട്. ഇല്ല, ഇതിന്റെ സമയം എനിക്ക് നിങ്ങൾ പറഞ്ഞു കുറെ പറയാണ്ട്. ഒരു മിനിറ്റ് ഇരിക്കെ. ജിന്നിനെ കുറിച്ച് ഞാൻ പറഞ്ഞ വീണ്ടും ആവർത്തിക്കാം. ജിന്നിനെ കുറിച്ച് ഞാൻ പറഞ്ഞ വീണ്ടും ആവർത്തിക്കാം. ഒന്ന്, ജിന്ന് അഭൗതിക സൃഷ്ടിയാണ്. ഞാൻ പറഞ്ഞ വീണ്ടും ആവർത്തിക്കുന്നു, എഴുതി വെച്ചോളൂ. ജിന്ന് അഭൗതിക സൃഷ്ടിയാണ്, ഒരിക്കലുമില്ല. കാരണം ഇത് മനസ്സിലാക്കി വെച്ചെന്നെ പറയണത്. ഒരു മിനിറ്റ്. അല്ല എന്തുകൊണ്ട് ഞാൻ അഭൗതിക സൃഷ്ടിയാണെന്ന് നേരത്തെ പറഞ്ഞു. എന്താ വിശേഷിച്ചത്? അല്ല അതുമല്ല, നിങ്ങളൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കാണ്. ഞാൻ പറഞ്ഞത് ജിന്നിനെ കുറിച്ചുള്ള ഏത് അറിവും അല്ലെങ്കിൽ മലക്കെ ഏത് അറിവും നമുക്ക് ലഭ്യമാകണമെങ്കിൽ വഹിയിലൂടെ മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ട് ഞാൻ പറയട്ടെ ജിന്നിനെ കുറിച്ചുള്ള ഏത് കാര്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ അത് വഹിയിലൂടെ മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ട് തന്നെ ആ സാധ ജിന്ന് അഭൗതികമാണ്. പിന്നെ എന്താ പ്രശ്നം? ഞാൻ പറയാം, ജിന്നിന് കാഴ്ചയുണ്ട് എന്നും കേൾവിയുണ്ട് എന്നും ഒരു മിനിറ്റ്. ജിന്നിന് കാഴ്ചയുണ്ട് എന്നും കേൾവിയുണ്ട് എന്നും അവർ മരിക്കുമെന്നും വിവാഹം കഴിക്കുമെന്നും ഇതൊക്കെ നഫ്സിനെ പഠിപ്പിച്ചെന്നാണോ? അല്ലോ. പിന്നെ എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്നിന്റെ കാഴ്ചയും കേൾവിയും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള യാതൊരു സംവിധാനം. അതുകൊണ്ട് തീർച്ചയായും അത് അഭൗതികം തന്നെയാണ്. ഏതീസ് കോഴി, ഞാൻ പറയട്ടെ, ഈ കോഴി കുറുകുന്നത് പോലെ പക്ഷി കുറുകുന്ന പോലെ ജിന്ന് ഈ സാഹചര്യത്തിൽ വന്ന് പറയുന്നത് ഏത് രൂപത്തിലാ? ഇങ്ങനെ വന്ന് കോഴി ഇങ്ങനെ കുറി കൊടുക്കുക അല്ല. അതെ, അതിന്റെ എന്താണ്? അതിന് വിശേഷിച്ചു അല്ലത് യുവസ്വിസുദൂരിന്നാസ് ജിന്നത്തി വന്നാസ്. ആ വസ്വാസ് ഉണ്ടാക്കലും ആ തോന്നലുണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് ഹദീസിലും വ്യക്തമായ കാര്യമാണ്. ആരാശേഷന് തീർച്ചയായിട്ടും സാഹിര സമയത്തോളം ആ അറിവുണ്ടാവുന്നത് എങ്ങനെയാണ്? ആ അറിവുണ്ടാവുന്നത് ഭൗതികമായ ഒരു മാതൃകത്തിലല്ല. ഇതാ നിർത്തുകയാണ്. പിന്നെ ഏതായാലും നമ്മൾ വിഷയം മനസ്സിലായല്ലോ. തൗഹീദ് തൗഹീദ് ചർച്ച ചെയ്യുന്നിടത്ത് ജിന്നിന്റെ പ്രവർത്തനങ്ങൾ എന്തിനാണ്? അതെല്ലാം
ഭൗതികം തന്നെയാണ്, അഭൗതികമായ കഴിവ് ആർക്കില്ല, ജിന്നു ശൈത്താനുമല്ല. പക്ഷെ മൂപ്പർ നമുക്കത് മനസ്സിലാകാത്തത് കൊണ്ട് അഭൗതികം എന്ന് പറയാണ്. അങ്ങനെ പറയാൻ കുഴപ്പമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, പ്രവാചകരെ, ജ്യോത്സ്യന്മാര് പലതും പറഞ്ഞ് സത്യമായി പുലരുന്നുണ്ടല്ലോ. അപ്പൊ ആയിഷ റസൂൽ പറയാണ്, ജിന്നുകൾ കട്ട് കേൾക്കുന്നു, അത് അടുത്തുള്ള ജിന്ന് എത്തിച്ചു കൊടുത്ത് അവസാനം ആർക്ക് എത്തിച്ചു കൊടുക്കും? സാഹിറിന്, ജ്യോത്സ്യന് എത്തിച്ചു കൊടുക്കും. ജ്യോത്സ്യന്റെ ചെവിയിൽ കോഴി കുറുകുന്ന പോലെ കുറുകി കൊടുക്കും. അത് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ജിന്ന് പറയുന്നത് ആ കാര്യം ആശയമാർക്ക് പിടികിട്ടുന്നുണ്ട്, സാഹിറിന് പിടികിട്ടുന്നുണ്ട്. ഞാനതെന്തിനാ കൊണ്ടുവന്നത്? ഞാനതെന്തിനു കൊണ്ടുവന്നു? തെളിവ് ജിന്നും മനുഷ്യനും തമ്മിലുള്ള ഭൗതികമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്ന് സമർത്ഥിക്കാൻ. വഹയില്ലാണ്ട് ജിന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു വഹയില്ലാണ്ട് ഇവിടെ ജിന്നുണ്ടെന്ന് എങ്ങനെ? ശരി, വഹയിലാണ് മനസ്സിലാക്കാൻ കഴിയില്ല. ശരി, ഈ സാഹിർ അവനെ സഹായിക്കുന്ന പിശാചിനെ കുറിച്ച് ബോധവാനാകുന്നു. ഒരിക്കൽ സാഹിറിന് വഹി കിട്ടിയിട്ടാ? അപ്പൊ ഏതായാലും പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. പിശാചിന്റെ ഇനി മറ്റൊന്നുകൂടിയും, തനസ്സലു അലാ കുല്ലി അഫാക്കിൻ അസീം എന്ന് പറഞ്ഞു. ശൈത്താൻ ആരടുത്തേക്ക് ഇറങ്ങ? ഏത്? അതല്ല, സാഹിർ ചെയ്യുന്ന വേറെ ശിർക്കുകളും കുഫറുകളും ചെയ്താൽ അതിന് ശൈത്താൻ കൊടുക്കുന്ന സഹായമാണെന്ത്? അവിടുന്ന് കട്ട് കേൾക്കുന്ന വിവരങ്ങൾ ഇവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് സാഹിർമാരെ സമീപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. സാഹിർ ശിർക്ക് ചെയ്യുന്നുണ്ട്, സംശയമൊന്നുമില്ല. എത്ര വൃത്തികെട്ട പ്രവർത്തനങ്ങൾ സാഹിര്യങ്ങൾ ചെയ്യോ. ജിന്നുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജോ കാര്യങ്ങളോ വഹീന്റെ അടിസ്ഥാനത്തിലില്ലാതെ ഒരിക്കലും അറിയാൻ പറ്റുകയില്ല എന്നുള്ളതിനാണ് ഇത് തെളിവുള്ളത്. അല്ലാതെ സാഹിർ ചെയ്യുന്നത് ശിർക്കാണ് അത് വേറെ ചർച്ചയാണ്. സാഹിർ കുഫ്ർ ചെയ്യും, ഹറാമ് ചെയ്യും. പിന്നെ അസൻക ഇരിക്കേ, സാഹിർ ശിർക്ക് ചെയ്യും, ഹറാമ് ചെയ്യും, കുഫ്ർ ചെയ്യും. ഇതെല്ലാം ചെയ്താലേ ഒരു ശൈത്താൻ അയാൾ എന്ത് ചെയ്യുള്ളൂ? സഹായിക്കുള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞ ശൈത്താൻ, ഇവിടെ ചർച്ച അതല്ല, നമ്മുടെ ചർച്ച അതല്ല, ഇവിടുത്തെ ചർച്ച അതല്ല. ചർച്ച അതല്ല, അത് വേറെയാണ്. ഹംസമോളി പറഞ്ഞു ജിന്നിനും മനുഷ്യനുമായി ബന്ധപ്പെടാനോ അവർ പറയുന്ന കാര്യങ്ങൾ വഹീൻ അടിസ്ഥാനത്തിലല്ലാണ്ട് മനസ്സിലാക്കാൻ ഒരു സംവിധാനം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇതാ ജിന്ന് പറയുന്നത് ആര് മനസ്സിലാക്കുന്നു? സാഹിർ മനസ്സിലാക്കുന്നു. ഇതാ ഖുർആൻ പറഞ്ഞു, തനസ്സലു അലാ കുല്ലി അഫാക്കിൻ അസീം. കുറ്റം ചെയ്യുന്ന, തിന്മ ചെയ്യുന്ന ആളുകളിലേക്കാണ് പിശാച് ഇറങ്ങി വരിക. എന്നിട്ട് പിശാചിന്റെ എല്ലാ സഹായങ്ങളും ഈ മനുഷ്യന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആ സഹായം കിട്ടുമ്പോൾ അവനത് അറിയില്ലേ? അപ്പോ ഭൗതികമായ ഇടപെടലുകൾ ഉണ്ട്. ഇനി അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം, ഇബ്നു ബാസ് പിന്നെന്താണ്, ജിന്ന് വിളിച്ചുണർത്തൂല, അതുകൊണ്ട് ജിന്നിനെ വിളിച്ചുണർത്താൻ വേണ്ടി ഏൽപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇബ്നു ബാസ് പാടില്ല ശിർക്കാന്ന് പറഞ്ഞു. അതൊരു ഭൗതികപരമായ കാര്യമല്ലേ, ഭൗതികമായ ഇടപെടലെന്ന ചോദ്യം. യഥാർത്ഥത്തിൽ അവിടെ മുപ്പര് ഉത്തരം മാത്രമാണ് പൂർണ്ണമായിട്ട് പറയുന്നുള്ളൂ. ആ ചോദ്യത്തിന്റെ പൂർണ്ണ ഭാഗങ്ങൾ വായിച്ചിട്ടില്ല. എല്ലായിടത്തും അങ്ങനെ പ്രശ്നം നിങ്ങൾക്ക്. ശരി, ചോദ്യം എന്താണെന്നറിയോ? ചോദ്യം ആ ചോദ്യം എന്താണെന്നറിയോ? അത് ചോദ്യം കേൾക്കും. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ചോദിക്കാം, ഞങ്ങളുടെ നാട്ടിൽ എന്തൊരു വിഷയം വന്നാലും ജിന്നിനോട് സഹായം ചോദിക്കുന്ന ഏർപ്പാട് ആളുകൾക്കുണ്ട്. അതും ഇസ്തഹറ ഫീ ബാലി അവാമിന്നാസ്, പൊതുജനങ്ങളിൽ പ്രസിദ്ധമായ ഒരു കാര്യമാണ്. എന്തിനിറങ്ങിയാലും ആദ്യം ആരോട് പറയും? ജിന്നിനോട് സഹായം ചോദിക്കും. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊരു ഏർപ്പാട് നിലവിലുണ്ടായിരിക്കെ ഞങ്ങളിൽ ഒരാൾക്ക് പിന്നെ രാത്രി കടന്നിറങ്ങുമ്പോൾ രാത്രി തന്നെ ഉണർത്താൻ വേണ്ടിയിട്ട് ഈ പൊതുജനങ്ങളുടെ കാര്യം പറഞ്ഞത്, പൊതുജനങ്ങൾക്കാണ് വിശ്വാസമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നാട്ടിൽ ഞങ്ങൾ രാത്രി കടന്നുറങ്ങുമ്പോൾ ഈ ജിന്നിനോട് ഞങ്ങളെ ഉണർത്തണമേ രാവിലെ എന്ന് പറഞ്ഞാൽ അത് പാടുണ്ടോ ഇല്ലേ എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ് അത് ശിർക്കുന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? ഒരു നാട്ടിൽ എന്ത് കാര്യം ചെയ്യുമ്പോൾ ജിന്നിനോട് സഹായം ചോദിക്കാൻ ഏർപ്പാടുണ്ടെന്ന് പറയുമ്പോൾ ആ ആൾക്കാർ പിന്നെ അലാറം വെക്കുന്നതിന് പകരം ജിന്നിനെ വിളിക്കാൻ ഏൽപ്പിക്കട്ടെ ചോദിച്ചാൽ ശിർക്കല്ല എന്നാ പറയേണ്ടത്. അപ്പൊ ആ ജനങ്ങൾ ചോദിച്ച ചോദ്യമാണെന്ത്? അവ ചോദ്യത്തിന് കൊടുത്ത മറുപടിയാണത്.
അപ്പൊ ഒരു നാട്ടിന്റെ ഫത്വ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? നാടിന്റെ സാഹചര്യം, ചോദിക്കുന്നവന്റെ സാഹചര്യം എല്ലാവരോടും ഒരേ. ഇപ്പൊ പ്രവാചകന് മുമ്പിൽ സ്വഹാബികൾ പറഞ്ഞു, റസൂലെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കർമ്മം പറഞ്ഞു തരൂ. എല്ലാവരോടും ഒന്നാ പറഞ്ഞിരുന്നത്? ചിലവരോട് പറയും നീ കോപിക്കരുത്, നീ കോപിക്കരുത്, നീ കോപിക്കരുത്. അയാളെ സ്വഭാവം റസൂൽ മനസ്സിലാക്കി. വേറെ ചിലവരോടോ നീ നിന്റെ മാതാപിതാക്കളോട് മാന്യമായിട്ട് പെരുമാറണം. വേറെ ചിലവരോട്. അപ്പൊ ചോദ്യം ചോദിച്ചു വരുന്ന വ്യക്തി